പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേരത്തെയുള്ള ചാനൽ തന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ക്ലാസ് പോലെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഇംപ്രഷൻസ് കുറഞ്ഞ ചാനലുകളിൽ ഇംപ്രഷൻസ് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇംപ്രഷൻസ് കൂട്ടിക്കൊണ്ടുവരാനുള്ള ട്രിക്ക് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ നേരെ പോയിട്ട് എന്ത് ചെയ്യുക, അത് കാണാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിട്ട് വരിക. അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഇംപ്രഷൻസ് ഒക്കെ വന്നു, അതായത് ഒരുപാട് ആളുകളിലേക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോസിനെ അയക്കാൻ തുടങ്ങി. 2000 ആളുകളിലേക്ക് അല്ലെങ്കിൽ 2500 3000 ആളുകളിലേക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോസ് അയച്ചു. ഇനി അടുത്തത് എന്താണ് സംഭവിക്കേണ്ടത്? അടുത്ത് സംഭവിക്കേണ്ടത് ആളുകളിലേക്ക് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പരസ്യം കാണും, അല്ലെങ്കിൽ അതിൻ്റെ നോട്ടീസ് കാണും. ഈ നോട്ടീസ് കണ്ട് അട്രാക്റ്റ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുക, സാധനം വാങ്ങാനുള്ള തീരുമാനം എടുക്കുക. ഇതേപോലെ തന്നെയാണ് യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ തമ്പനെയിൽ എങ്ങനെ ഡിസൈൻ ചെയ്തു എന്ന് ഉള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ ചെറിയൊരു തിരുത്തുണ്ട്. ഞാൻ മനസ്സിലാക്കിയ, എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, തമ്പനെയിൽ എങ്ങനെ ഡിസൈൻ ചെയ്തു എന്നതിലുപരി നിങ്ങൾ തമ്പനെയിലിൽ എന്ത് എഴുതി എന്നതാണ് ആളുകൾ നോക്കുക. പ്രധാനമായിട്ടും നോക്കുന്നത് തമ്പനെയിൽ നിങ്ങൾ എന്ത് എഴുതി. പിന്നെ നോക്കുന്നത് ഡിസൈൻ ഷുവറായിട്ടും അട്രാക്റ്റ് ചെയ്യും, ഒരു സംശയം വേണ്ട. നല്ല ഡിസൈനോട് കൂടി ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ എഴുതുക കൂടി ചെയ്താലാണ് തമ്പനെയിൽ ഭയങ്കരമായിട്ട് സക്സസ് ആവും. ഒരു തമ്പനെയിൽ മാറ്റിയാലുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഈ ചാനലിൻ്റെ കമൻറ്റിൽ എൻ്റെ ഗ്രൂപ്പിലുള്ളവർ തമ്പനെയിലെ കോഴ്സിന് ജോയിൻ ചെയ്തവർ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ്. നിങ്ങൾ എൻ്റെ പല വീഡിയോസിൻ്റെ താഴെ ഇതുപോലെ ആളുകൾ എക്സ്പീരിയൻസ് എഴുതുന്നത് കണ്ടിട്ടുണ്ടാവും. അത് പഴയ ആളുകൾ. പുതിയ ആളുകൾ പറയട്ടെ, പുതിയതായിട്ട് കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവരവരുടെ എക്സ്പീരിയൻസ് പറയട്ടെ. അപ്പോൾ പുതുതായിട്ട് വന്ന ആളുകൾക്കും ഇത് തന്നെയാണ് എക്സ്പീരിയൻസ്. അവർ ഇത്രയും കാലം കുടുങ്ങിക്കിടന്ന വീഡിയോസ് നല്ല രീതിയിൽ 10,000 12,000 15,000 വ്യൂസ് വരുമ്പോൾ അവർക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരാളുടെ ഒരു ചാനൽ ഇത്രയും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ തമ്പനെയിൽ നിങ്ങളങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട. തമ്പനെയിൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സംഭവം തന്നെയാണ്. തമ്പനെയിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ തമ്പനെയിൽ കണക്കാക്കുന്ന CTR ആണ്, അതായത് ക്ലിക്ക് ത്രൂ റേറ്റ്. ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുമ്പോൾ ആളുകൾ എത്രത്തോളം ക്ലിക്ക് ചെയ്തു എന്നതിൻ്റെ പെർസെൻറ്റേജാണ് ക്ലിക്ക് ത്രൂ റേറ്റ് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3 to 4%, അല്ലെങ്കിൽ 3 to 5, 6 വരെ നമുക്ക് ഏറ്റവും കുറഞ്ഞ തമ്പനെയിലെ CTR ആണ്. അതിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ, അത് 7+ വരുന്നുണ്ടെങ്കിൽ, 7 to 8, 9 ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആവറേജ് കുഴപ്പമില്ലാത്തതാണ്. 10+ വരുന്നുണ്ടെങ്കിൽ, 10 മുതൽ 15 അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച CTR ആണ് 10+ വരുന്നത്. അപ്പോൾ ഈ ഏറ്റവും മികച്ചതിലേക്ക് നിങ്ങളുടെ തമ്പനെയിൽ കൊണ്ടെത്തിക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് ഒരു ക്യാൻവ പോലെയുള്ള ആപ്പ് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാലൊന്നും തമ്പനെയിലാവില്ല. കാരണം അതിന് കൃത്യമായിട്ടുള്ള നല്ല ഫോണ്ടുകൾ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ മാത്രമേ തമ്പനെയിൽ ഡിസൈനൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയ പ്രശ്നം, നിങ്ങൾ ഇത്രയും കാലം ഇങ്ങനെ തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക. ഇനിയും നിങ്ങളിങ്ങനെ പോകുകയെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. നിങ്ങൾക്കൊരു ഉയർച്ച വേണ്ടേ? ഈ ചാനലിൽ നിന്ന് ഒരു ഉയർച്ച വന്നിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷനും പൈസ കിട്ടുന്ന ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ടത് തമ്പനെയിലെ ചേഞ്ചസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇംപ്രഷൻസ് പറഞ്ഞിട്ട് നമ്മൾ നേരെ CTR നോക്കുക, എത്ര CTR വന്നു എന്നുള്ളത്. CTR വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. CTR അത്യാവശ്യമുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ടത് ആവറേജ് വ്യൂ ഡ്യൂറേഷനാണ്. എന്താണ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ആളുകൾ ആവറേജ് എത്ര കാണുന്നു എന്നാണ്. ഇപ്പോൾ 10 മിനിറ്റുള്ള വീഡിയോ ഒരാൾ 5 മിനിറ്റ് കാണുകയാണെങ്കിൽ, 6 മിനിറ്റ് കാണുകയാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിലുള്ള ആവറേജ് വ്യൂ ഡ്യൂറേഷനാണ്. പക്ഷേ ഈ 10 മിനിറ്റുള്ള വീഡിയോ ഒരാൾ 2 മിനിറ്റ് മാത്രം കണ്ടുപോകുമ്പോൾ ആ വീഡിയോ സാരമായിട്ട് ബാധിക്കുകയും യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുള്ള റെക്കമെൻഡേഷൻ നല്ലപോലെ കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂട്ടാനുള്ള മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ വീഡിയോൻ്റെ പോയിൻറ്റ്സൊക്കെ ആദ്യമേ പറയാം. ഇതുപോലെ ടിപ്സ് ചാനലൊക്കെയാണ്, എഡ്യൂക്കേഷൻ ചാനലാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ പറയാൻ പോകുന്നത് ആദ്യമേ പറയാം. ഇനി കുക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ മേജറായിട്ടുള്ള പോർഷൻസൊക്കെ ആദ്യം കാണിച്ചുകൊണ്ട് ആളുകൾക്ക് ഇനിയും ഇങ്ങനെ സംഭവങ്ങൾ വരാനുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്തു നോക്കുക. അതിന് ഹൂക്സ് എന്ന് പറയും. അപ്പോൾ ഹൂക്സ് നിങ്ങൾ ഓരോ സമയത്ത് ചിലപ്പം ഹൂക്സ് ചെയ്യേണ്ടി വരും. ഇപ്പം ആദ്യത്തെ 3 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഹൂക്സ്, പിന്നെ അടുത്ത മിനിറ്റിൽ ഒരു ഹൂക്സ്, അങ്ങനെ ചെയ്യുമ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുക, ഹൂക്കിൽ നിന്ന് ഒരു പോയിന്റ് വരെ എത്തി, അവിടുന്ന് മറ്റൊന്ന് കേട്ടും മറ്റൊരു പോയിന്റിലെത്തി, അവിടുന്ന് മറ്റൊരു പോയിന്റ് കേട്ടും മറ്റൊന്ന് നിൽക്കും. അപ്പോൾ ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആളുകൾ വരണം.
ഇത് അത്ര നിസ്സാരമായിട്ടുള്ള പണിയല്ല, കുറച്ച് കഷ്ടപ്പാടുണ്ട്. അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനൊരു സാധനമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും ആളുകളെ എൻഗേജ് ചെയ്യിക്കാനുള്ള വഴി ആണ് ഈ ഹൂക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം. അപ്പോൾ കമൻറ്റ് ചെയ്യിക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആളുകൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആളുകൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ നൽകണം. അത് ചോദ്യങ്ങളാവാം, മറ്റെന്തെങ്കിലുമൊക്കെ ആവാം. പക്ഷേ നിങ്ങൾ സംസാരത്തിൽ നിന്ന് അതിനൊരു മറുപടിയായിട്ട് ആളുകൾ കമൻറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം. അങ്ങനെ മനഃപൂർവ്വം നമ്മൾ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ആളുകൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ പലരും ഇപ്പോൾ പല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ വീഡിയോസ് നല്ലതാണോ മോശമാണോ എന്നുള്ളതൊക്കെ അടക്കം പലരുടെയും കമൻ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇനിയും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ എല്ലാം കൂടി പറഞ്ഞിട്ട് ഓവർലോഡ് ആക്കുന്നതിന് പകരം നമുക്ക് വളരെ പതുക്കെ പോവാം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടു, കാണാത്തവർ പോയിട്ട് കാണാം. ഈ വീഡിയോ കാണുക, ഇതിൽ കാര്യങ്ങൾ നോക്കുക. തമ്പനയിൽ മാക്സിമം നന്നാക്കാൻ നോക്കുക. തമ്പനയിൽ ചെയ്യാനറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കോഴ്സ് ചെയ്യുന്നത് എന്ന് ആദ്യമേ പറയും. നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ കയറി പോകുന്ന കാണുമ്പോൾ എന്നെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇനി ഒരു അഭിപ്രായം കൂടി എനിക്ക് ചോദിക്കാറുണ്ട്. കുറേ ആൾ ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. മോട്ടിവേഷൻ തന്നെയാണ് കാര്യം. അതായത് എൻ്റെ ചാനലിൽ യൂട്യൂബ് ടിപ്സിൻ്റെ കൂടെ ചില മോട്ടിവേഷൻ കൂടി ഉൾപ്പെടുത്താം എന്നുള്ളൊരു ആലോചനയുണ്ട്. അതെല്ലാവരും കൂടി പറഞ്ഞിട്ടാക്കിയ ആലോചനയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സാബ് സ്റ്റോക്ക് എന്ന് പറയുന്ന ചാനൽ ഒരിക്കലും ഒരു യൂട്യൂബ് ടിപ്സ് പറയുന്ന ചാനലായിട്ടേ അല്ല ഞാൻ തുടങ്ങിയത്. കറങ്ങി വന്നിട്ട് ഇതിൽ പെട്ടുപോയതാണ്. പക്ഷേ എനിക്ക് ചെറുതായിട്ട് അതും കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയുക. യൂട്യൂബേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യം ടെക്നോളജിനെ കുറിച്ചിട്ടുള്ള അറിവല്ല, പിന്നെ മറ്റ് എഡിറ്റിംഗ് അറിവല്ല, ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ആവശ്യം മോട്ടിവേഷനാണ്. കാരണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആളില്ലാത്തത് നമ്മളടക്കം നമ്മളെ തളർത്തും, നാട്ടുകാരും തളർത്തും, വീട്ടുകാരും തളർത്തും. അപ്പോൾ പിന്നെ ഇടയ്ക്കൊരു മോട്ടിവേഷനൊക്കെ കയറിയിട്ടൊന്ന് ഉഷാറ് വന്നാലേ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അത് എനിക്കായാലും നിങ്ങൾക്കായാലും ഒരേപോലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും പറയാം. അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ട്, അതായത് നിങ്ങളിത് കണ്ട് സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എനിക്ക് ഈ സീരിയസ് ആയിട്ട് ക്ലാസ്സൊക്കെ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ പെയ്ഡായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾക്കായിട്ട് ഞാൻ ഇത് ഫ്രീ ആയിട്ട് പറഞ്ഞിരുന്നുള്ളൂ. അതുപോലെ ഒറ്റ കാര്യം കൂടി പറയാനുള്ളത്, പിന്നെ ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ നേരിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിൽ ഒരു സംഭവം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ഗൂഗിൾ മീറ്റ് വെക്കുന്ന ദിവസം ഞാൻ അതിൽ ലിങ്ക് ഷെയർ ചെയ്യാം. ഫ്രീ ആണ്, പൈസ ഒന്നും വേണ്ട, പെയ്ഡല്ല. പെയ്ഡ് ക്ലാസ്സുകളുണ്ട്. അത് പക്ഷേ പെയ്ഡ് ക്ലാസ് ആകുമ്പോൾ എന്നാലും അറിയിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 5-10 ആളുകൾ വന്നാൽ പലർക്കും പല സംശയങ്ങളായിരിക്കും. പലരുടെയും സംശയങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കൂടി ക്ലിയർ ആവും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ്, നിങ്ങളോട് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം, നേരിട്ട് സംസാരിക്കുക. അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരു പദ്ധതി ആലോചിക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഗ്രൂപ്പ് അഡ്മിനുള്ളിൽ ആയിരിക്കും, അതിൽ വേറെ മെസ്സേജസ് ഒന്നും ഇടാൻ പറ്റില്ല. പിന്നെ ക്ലാസ്സുള്ള സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോ റീച്ച് ആവാത്തത്, ആളുകളിലേക്ക് എത്താത്തത്, അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ സബ് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യുക, സബ് ചെയ്ത് വെച്ചേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.